ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ ഞാൻ അടിയന്തരമായിട്ടൊരു സെപ്പറേറ്റ് സ്പെഷ്യൽ വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങളത് കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. കാരണം നമ്മൾ ഡ്രാസ്റ്റിക്കായിട്ട് ഇന്നലെ മാർക്കറ്റ് വീണത് കൊണ്ട് നമ്മുടെ വീക്കിലി അനാലിസിൽ ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ മാറ്റങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പുതുതായിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് കണ്ടവർക്ക് ഇന്നത്തെ ട്രേഡ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഓക്കെ? കാരണം ഞാനത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് കൃത്യമായിട്ട് ഇന്ന് സംഭവിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ നമുക്ക് ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം താഴെ വന്ന് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു പോയി. നമ്മളിപ്പം എന്താ നമ്മളിന്ന് പറഞ്ഞത്? നമ്മൾ കറക്റ്റായിട്ട് ഇന്നലെ പറഞ്ഞത് മാർക്കറ്റ് ഇത് നമ്മുടെ റേഞ്ച് ഇല്ലേ? ഈ ബ്ലൂ ലൈൻ കാണുന്നത് നമ്മുടെ റേഞ്ചാണ്. 23,194 23,137 ഇടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അത് നോക്കി വേണം നിങ്ങൾ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ഡോട്ടഡ് ലൈൻ കാണുന്നതാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഏരിയ, ഓക്കെ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഈ ലൈനിൻ്റെ മുകളിൽ 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഞാൻ, ഇല്ലേ? കറക്റ്റായിട്ട് അതനുസരിച്ചവർക്ക് ഇന്ന് ചെറുതെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് അവിടെ മേളിൽ സസ്റ്റെയിൻ കുറച്ച് മേലോട്ട് പോയി. ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഇവിടുന്ന് ഇവിടം വരെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി. പക്ഷേ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയെങ്കിലും 15 മിനിറ്റ് ക്യാൻഡിലൂടെ സസ്റ്റെയിൻ ചെയ്തില്ല. ഇത് ആദ്യം തന്നെ നിങ്ങൾ ഈ ബ്രേക്ക് ചെയ്ത് ഒരു ഫുൾ ക്യാൻഡിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ട്രേഡ് ചാടിക്കറി എടുത്ത് കാണും. അവർക്ക് ലോസ് അടിച്ച് കാണും, ഉറപ്പാണ്. ഞാൻ എന്താ പറഞ്ഞത്? 15 മിനിറ്റ് മിനിമം ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം, എന്തെങ്കിലും മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ എന്ന് പറഞ്ഞു, ഇല്ലേ? അതനുസരിച്ചവർക്ക് നന്നായി ഇന്നലെ മാർക്കറ്റ് സ്പെഷ്യൽ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി കാണും. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ താഴോട്ട് വന്നു. ഇവിടെ വന്ന് നമ്മുടെ ഈ ഓപ്പണിംഗ് ഈ ലെവലും പൊട്ടിച്ച് താഴെ വന്ന് ഒന്ന് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു പോയി. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് റിവേഴ്സൽ കണ്ടപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർക്ക് വേണമെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ സിനാരിയോയിൽ ആ സംഭവം ഇല്ല. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കാണുമ്പോൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ക്യാൻഡിൽ ഒരു ട്രേഡ് എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു മൂന്നാമത്തെ ക്യാൻഡിലൊക്കെ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും, ഓക്കെ? അല്ലെങ്കിൽ ഈ നമ്മുടെ ഓപ്പണിംഗ് ലൈന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും, ഓക്കെ? അതൊക്കെ ഓരോരുത്തരുടെ മനോധർമ്മമാണ്. പക്ഷേ ഞാൻ എന്താണ് പറയുക? ഞാൻ പറഞ്ഞത് ഇതിന് മുകളിൽ 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടി. ഇവിടുന്ന് 1, 2, 3 ഏകദേശം ഇവിടുന്ന് 50 പോയിൻറ്റ് 215 മുതൽ 265 വരെ ഏകദേശം 50 പോയിൻറ്റ് നിങ്ങൾക്ക് ഇവിടം വരെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഒരു 10, 15, 20 പോയിൻ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് പ്രീമിയത്തിനകത്ത് കിട്ടിക്കാണും, ഉറപ്പാണ്. 20 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇവിടം വരെ കിട്ടും, ഓക്കെ? അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ നമ്മുടെ സിനാരിയോയിൽ ഇല്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ വലിയൊരു ക്യാൻഡിൽ റിവേഴ്സൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ട്രേഡിനെ പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു. അത് അതൊക്കെ ഓരോരുത്തരുടെ അന്നേരത്തെ സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരാൻ പറ്റത്തില്ല, മനസ്സിലായി? മാർക്കറ്റിനെ അന്നേരത്തെ സ്ട്രക്ചർ കണ്ടിട്ട് മാത്രമേ നമുക്ക് തീരുമാനം അപ്പോൾ എടുക്കേണ്ട തീരുമാനമാണിത്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ മാർക്കറ്റ് ഇത്രയും കയറിപ്പോയതിന് ശേഷം അവിടുന്ന് ഒരു വലിയ ക്യാൻഡിൽ റിവേഴ്സൽ വന്നു, ഇല്ലേ? നല്ലൊരു സ്ട്രോങ് മർബൂസ് ക്യാൻഡിൽ തന്നെ വേണേൽ പറയാം. ഒരു റിവേഴ്സൽ വന്നതിന് ശേഷം പിന്നെ ചെറിയൊരു ഗ്രീൻ. പക്ഷേ ഇത് കട്ട് ചെയ്തോ? ഇല്ല. 50% നമ്മുടെ നിയമം എന്തുവാ? 50% ഇത് കട്ട് ചെയ്തോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഹൈ SL ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ ട്രേഡ് എടുത്തവർക്കും ഇവിടുന്ന് ഇവിടം വരെ ഈ ലൈൻ വരെ മതി, ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിക്കണം. അതിനുശേഷം ഞാൻ ഗ്രൂപ്പിനകത്തൊരു മെസ്സേജ് ഇട്ടിരുന്നു. നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇവിടെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇവിടെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ മാർക്കറ്റിനകത്ത് ചുമ്മാതെ കുത്തിയിരിക്കുക എന്നുള്ളതല്ല വേറെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി? ഒരു പ്രയോജനം ഉണ്ടായില്ല. നമുക്ക് കുളിച്ച് കൂടി തൊട്ട് രാവിലെ തൊട്ട് 9 മുതൽ വൈകിട്ട് 3:30 വരെ ഇതിനകത്ത് കുത്തിയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉണ്ടോ പരിപാടി കഴിഞ്ഞ് നമ്മുടെ അടുത്ത വേറെ പരിപാടിക്ക് പോകാന്നുള്ളതേ ഉള്ളൂ, ഓക്കെ? അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അപ് ട്രെൻഡ് സൈനാണ് നമുക്കിന്ന് കിട്ടിയത്. ഒരു ബുൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്ന് മാർക്കറ്റിനകത്തിൽ ഉണ്ടായി. നിങ്ങളെന്നൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഏകദേശം ഇന്നും നെറ്റ് ബൈ 1000 കോടി രൂപ നെറ്റ് ബൈ ആണെന്ന്.
അത് നെറ്റ് സെല്ലാണ്. അതിന് ഞാൻ കറക്റ്റ് ഞാൻ ശരിക്കും നോക്കിയില്ല. എന്തായാലും വളരെയധികം വിൽപ്പനയൊന്നും നടന്നിട്ടില്ല. ഓക്കെ. പക്ഷേങ്കിൽ ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. നെറ്റ് സെല്ലാണ്. ഇന്ന് 1000 കോടി രൂപ എങ്ങാണ്ട് നെറ്റ് സെല്ലാണെന്നാണ് എൻ്റെ ഒരു, അതായത് 8000 കോടിക്ക് അവർ വിറ്റു, 7000 കോടിക്ക് DI വാങ്ങിച്ചു. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ആ മെസ്സേജ് കണ്ടത് അങ്ങനെയാണ്. അപ്പം അതിനകത്തിൽ 1000 കോടി നെറ്റ് സെല്ലാണ്. പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ആരാ കാരണക്കാർ? അതായത് നമ്മുടെ റീറ്റെയിലേഴ്സ് നമ്മൾ വാങ്ങിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഇപ്പം ഏറ്റവും ബോട്ടം ഫിഷിങ്ങിൻ്റെ ടൈമാണ്. ഓക്കെ. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം ഡ്രാസ്റ്റിക്കായിട്ട് താഴെ വീണു. അപ്പോൾ ഇനി ബോട്ടം ഫിഷിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ ആൾക്കാർ താഴെ നിന്ന് വാങ്ങിച്ചു തുടങ്ങും. അതനുസരിച്ച് മാർക്കറ്റ് മേലോട്ട് പോകാനും തുടങ്ങും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ വളരെ വലിയ ഭീകര സെല്ലുകളൊന്നും മാർക്കറ്റിൽ നടന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ കുറച്ച് കോമൺ സെൻസോടൊക്കെ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അല്ലാതെ മാർക്കറ്റ് പൊട്ടി വീഴുമ്പോൾ ഉടനെ തന്നെ FIs അങ്ങ് തൂത്ത് പേർക്ക് വിറ്റു എന്ന് നമ്മൾ ഒരിക്കലും കരുതല്ല. നമ്മൾ മാർക്കറ്റിനെ നിരീക്ഷിക്കുക, എന്താ സംഭവിച്ചത് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി മാത്രം പ്രതികരിക്കുക. ഓക്കെ. അത് പോട്ടെ. അപ്പോൾ നമുക്കിനി ഇതിനകത്തിൽ എന്താ ചെയ്യേണ്ടത്? കറക്റ്റ് നമ്മുടെ മാർക്കറ്റ് വീണ്ടും ക്ലോസ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് തന്നെ, ഈ റേഞ്ചിനകത്ത് തന്നെ. മനസ്സിലായി? ഈ റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേറെ ഒരു ചേഞ്ചസും വരുത്താനില്ല ഇതിനകത്തിൽ. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ ലെവലും കൂടെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് പുതിയ ലെവൽ. ഇത് ഈ ഒരു ലെവലാണ് പുതിയ ലെവൽ. അപ്പോൾ അതും കൂടെ മാത്രം നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇവനെ എടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ. എന്നിട്ട് നമുക്കിവിടെ ഒരെണ്ണം കൂടെ വരയ്ക്കാം. നമുക്ക് ഒരെണ്ണം വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ നാളത്തെ ലെവലുകൾ. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞില്ല. കാരണം ഇവിടെ നമ്മൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 23,176. അതായത് ഇവിടെ ഏകദേശം ഈ ലൈൻ്റെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കി വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. താഴോട്ടൊക്കെ ഉള്ളത് സെയിം തന്നെയാണ്. ഇത് ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ സാധനം കിടപ്പുണ്ട്. ഇവിടെ നിങ്ങളുടെ ബ്രേക്ക് ഇവിടെ കിടപ്പുണ്ട്. ഇത് വേണം എടുത്ത് ഞാൻ മുകളിലോട്ട് വെച്ചുതരാം. ഓക്കെ. ഇവിടെ താഴോട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ. 23,000 പിന്നെ ബാക്കി ട്രെൻഡ് ലൈനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലെവലുകൾ ഇതിനകത്ത്. ഓക്കെ. അപ്പോൾ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ ഇന്നലത്തെ സ്പെഷ്യൽ വീഡിയോ ഞാൻ കമൻറ്റ് പിൻ ചെയ്തേക്കാം. നിങ്ങളെല്ലാവരും ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.